നമസ്കാരം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ 62ാം ജന്മദിനമാണെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മറുവശത്ത് എന്താ പറയുക, കേരളത്തിലെ എല്ലാവിധ സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് സതീശൻ എന്ന് പറഞ്ഞ ഒരു നേതാവ് മുഖ്യമന്ത്രി വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൊല്ലം അവർ കൊണ്ടു നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാരുടെ തലയെണ്ണും. എത്ര നേതാക്കന്മാരുടെ സപ്പോർട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് എന്നുള്ള നിലക്ക് കാലാകാലങ്ങളായിട്ട് ഇപ്പം രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ കാര്യത്തിൽ നടന്ന ഇതേപോലത്തെ സമ്പ്രദായമായിരുന്നു. ഏറ്റവും നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയിൽ ഡി.കെ. ശിവകുമാറിൻ്റെ മുഖ്യമന്ത്രി പദവി പോയത് ഈ പറഞ്ഞ പോലെ നിയമസഭയിലുള്ള ഭൂരിപക്ഷം എം.എൽ.എമാരും സപ്പോർട്ട് സിദ്ധരാമയ്യക്കായിരുന്നു. കൂടാതെ ദളിത് മുഖം എന്നുള്ളൊരു പ്രാതിനിധ്യം പാടെ വെച്ചുകൊണ്ടാണ് അന്ന് ഈ പറഞ്ഞ പോലെ സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി പദവി കൊടുത്തത്. ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഡി.കെ. ശിവകുമാറിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതും. അപ്പം അങ്ങനെ എന്താ പറയുക, പരമ്പരാഗതമായി കോൺഗ്രസ് കൊണ്ടുനടക്കുന്ന ഒരു നടപടി, ആ നടപടിയെ പൊളിച്ചില്ലാണ്ടാക്കിയിട്ടാണ് ജനപിന്തുണയോടുകൂടി കോൺഗ്രസ് നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ, അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ മറുവശത്ത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. നമുക്കറിയാം, BDJS നേതാവും SNDP യോഗം വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി. അതുമാത്രമല്ല NDAയുടെ കൺവീനർ കൂടിയാണ്, കേരളത്തിലെ കൺവീനർ കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പം അദ്ദേഹത്തിൻ്റെ പോലത്തെ നമുക്കറിയാം, എല്ലാ കാലത്തും വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്ന പല കാരണങ്ങൾക്കും പല ആരോപണങ്ങൾക്കും ഏറ്റവും അവസാനമായി വന്ന 98 സീറ്റെങ്കിലും നീ പിടിക്ക്, 100 തേക്കണ്ട, 98 പിടിച്ചാലടക്കം ഞാൻ SNDP സ്ഥാനം രാജിവെക്കുമെന്ന് പരസ്യമായി പറഞ്ഞ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പം അത്തരത്തിൽ പല കാര്യങ്ങളും അതിന് സതീശൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. 100 കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പറയുന്നു. അപ്പം ഇത്തരത്തിലുള്ളതൊക്കെ നടന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി എല്ലാ കാലത്തും നിശബ്ദത പാലിച്ചിരുന്ന നേതാവായിരുന്നു. അപ്പോഴും എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു തുഷാറിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ് എന്നുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാൻ പറ്റും, NDAയുടെ, അതായത് നിലവിൽ കേരളത്തിൽ BJPയുടെ ഒരു മുന്നണി ഘടകമാണ് ഈ SNDP നമുക്ക് പറയാൻ പറ്റില്ല. SNDP പറഞ്ഞ പോലെ ഈഴ വിഭാഗത്തിന് പ്രതിനിധാനം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി, അത് എല്ലാ കാലത്തും തുഷാർ വെള്ളാപ്പള്ളിയുടെ പൊളിറ്റിക്കൽ പാർട്ടി BDJS സപ്പോർട്ട് ചെയ്യുന്നത് BJP ആയിരുന്നു. അപ്പം അത്തരത്തിൽ BJPയുടെ ഒരു നട്ടെല്ല് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈഴ വിഭാഗത്തിൻ്റെ വോട്ട് പിടിക്കാൻ എന്നും BJPക്ക് കഴിഞ്ഞിരുന്നത് ഈ പറഞ്ഞ പോലെ BDJSൻ്റെ ഒരു പിൻബലത്തോടു കൂടിയാണ്. പക്ഷേ മുന്നണിക്കുള്ളിൽ പലപ്പോഴും ഒരു MLA കൂടെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് BDJS. അതുമാത്രമല്ല, പല നേതാക്കന്മാരും മുന്നണി വിട്ട് പോകണം എന്നുള്ളത്, നേതാക്കന്മാരും പ്രവർത്തകരടക്കം BDJSൽ നിന്നിട്ട്, BDJS NDAയുടെ ഭാഗമായി നിന്നിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളായിട്ട് മുമ്പോട്ട് വന്നിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ ഇടയിലാണ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് സതീശനായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് ഇതിന് രാഷ്ട്രീയമായ മാനങ്ങളില്ല, മറ്റ് യാതൊരുവിധ മാനങ്ങളും ഇല്ല, താൻ അവിടെ പോകുന്നത് SNDP നേതാവ് എന്നുള്ള ഒരു ലേബലിൽ മാത്രമാണ്, അതല്ലാണ്ട് NDAയുടെ കൺവീനർ എന്നോ BDJSൻ്റെ നേതാവ് എന്ന നിലയ്ക്കോ ഒന്നുമല്ല താൻ പോകുന്നത് എന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ പറയുന്നത്. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ തുഷാർ വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ BDJSനും NDAയിൽ എത്ര പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളതും BJP എത്രത്തോളം അവർക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള തലത്തിലും പല കാര്യങ്ങളും ആരോപണങ്ങളും മുമ്പോട്ട് വെക്കുന്നുണ്ട്. BDJSൻ്റെ പല നേതാക്കന്മാരും പ്രവർത്തകരടക്കം BDJSന് NDAയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു സ്ഥലത്ത് പോലും വിജയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പം മുന്നണി വിടണം, മറ്റേതെങ്കിലും മുന്നണിയുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. നമുക്ക് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷവും BJP വലിയ വോട്ട് ശതമാനത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ 3ഓളം സീറ്റുകൾ BJPക്ക് പിടിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളത്, 2016 ക്ലോസ് ആയ അക്കൗണ്ട് അടക്കം 2 അക്കൗണ്ട് കൂടുതൽ BJPക്ക് കേരളത്തിൽ തുറക്കാൻ പറ്റി എന്നുള്ളത് BJP സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. പിന്നെ അതുപോരാത്തിന് വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ പോലെ മകൻ BJPയുടെ കൂടെ നിൽക്കുന്നു. BJP ഇത് കേന്ദ്രതലത്തിൽ എന്താ പറയുക ഭരിക്കുന്ന പാർട്ടിയാണ്. മറുവശത്ത് അച്ഛൻ എന്താ പറയുക, വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ പോലെ സംസ്ഥാന തലത്തിൽ CPMൻ്റെ കൂടെ നിൽക്കുന്നു. കാരണം CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ CPM ആണ്. അപ്പോൾ ഇത്തരത്തിൽ എവിടെയൊക്കെയാണോ ഭരണം അങ്ങനെയാണ് നിന്നായിരുന്നത്. അപ്പം പെട്ടെന്നുള്ള മകൻ്റെ ഈ മാറ്റം അല്ലെങ്കിൽ കൂടിക്കാഴ്ച എന്തിനാണെന്നുള്ള ചർച്ച രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ നടക്കുന്നത്. കാരണം സതീശനെ കാര്യം നമുക്കറിയാം, വിസ്മയം തീർക്കാൻ എന്നും സതീശനൊരു പ്രത്യേക കഴിവുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിൽ BDJSനെ മുമ്പോട്ട് കൊണ്ടുവരുമോ എന്നുള്ളൊരു ചാൻസ് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ മുന്നണിക്കുള്ള പ്രാതിനിധ്യം കുറവും അതേപോലെ നേതാക്കന്മാർക്കിടയിലുള്ള എന്താ പറയുക യാതൊരുവിധ
വാല്യൂ കൊടുക്കാത്ത തരത്തിലുള്ള പല പ്രശ്നങ്ങളും എൻ ഡി എക്കുള്ളിൽ BDJS-ഉം അതേപോലെ തുഷാർ വെള്ളാപ്പള്ളി നേരിടുന്നുണ്ട്. അതുകൊണ്ട് മുന്നണി വിടുമോ എന്നുള്ള ചോദ്യം അവർക്കിടയിൽ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതെന്തായാലും ഒരു രാഷ്ട്രീയ എന്താ പറയുക ഗിമ്മിക്കായിട്ട് CPM ഈ സാധനം കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP ഡീൽ ഉണ്ടായി എന്നുള്ളത് പരസ്യമായി ആരോപിച്ച ഇരു മുന്നണികളും CPM പറയാറുള്ളത് കോൺഗ്രസും BJPയും തമ്മിലാണ് ഡീൽ എന്നുള്ളത് പറയാറുണ്ട്. മറുവശത്ത് കോൺഗ്രസ് പറയാറുള്ളത് CPM-ഉം BJPയും തമ്മിലാണ് ഡീൽ എന്ന് പറയാറുള്ളത്. അപ്പം എന്തായാലും ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു സന്ദർശനം അത് സ്വാഭാവികമായിട്ടും SNDP നേതാവ് എന്നുള്ളതിനപ്പുറം രാഷ്ട്രീയ നേതാവ് എന്നുള്ള ലേബൽ അവിടെ വരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ BJPയുടെ സമ്മന്നതനായ നേതാവാണ്, NDAയുടെ നേതാവാണ്. അപ്പോൾ എന്തായാലും CPM ഈ സ്ഥാനം ഉയർത്തി കൊണ്ടുവരും. മാത്രമല്ല ഇത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മരുന്നായ നീക്കത്തിലാണോ എന്നുള്ളതും കണ്ടറിയേണ്ടത്. കാരണം വെള്ളാപ്പള്ളി നടേശനം പലപ്പോഴും ഈ പറഞ്ഞ പോലെ സതീശനായിട്ടുള്ള കൊമ്പ് കോർക്ക് നമ്മൾ കണ്ടതാണ്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അന്തിമം വരുത്താൻ വേണ്ടിയിട്ടാണോ അതല്ല തുഷാറിന് മുന്നണി വിടാൻ വേണ്ടിയിട്ടാണോ? എന്തായാലും കാര്യങ്ങൾ കിടപ്പ് അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. മറുവശത്ത് CPM എന്തായാലും അവർക്കൊരു രാഷ്ട്രീയ ആയുധം കിട്ടിക്കഴിഞ്ഞു. യഥാർത്ഥ അന്തർധാര നടക്കുന്നത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസും അതേപോലെ തന്നെ BJPയും തമ്മിലാണെന്നുള്ളത് CPM-ന് അടിവരയിട്ട് പറയാൻ പറ്റിയ ഒരു സന്ദർഭം കൂടിയാണിത്. ഇത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള പല കേസുകൾ മുമ്പിലുണ്ട്. പല SNDP നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇതിന് മാറ്റണം എന്നുള്ള തരത്തിൽ ഉത്തരവ് വന്നിരുന്നു. പിന്നീട് അതിന് സ്റ്റേ വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അത് പിന്നീട് മറ്റു കോടതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ എതിരെയുള്ള കേസുകളുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൈക്രോ ഫിനാൻസ് കേസുകളുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് CPM എന്നും സംരക്ഷിച്ചു പോയിരുന്ന ഒരു നേതാവായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയ മറ്റൊരു നേതാവ് മറ്റാരെന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി മാത്രമേ ഉള്ളൂ. കാരണം മുഖ്യമന്ത്രിയുടെ ആ കാറിൽ കയറ്റി വേറെ നേതാക്കന്മാരെ പോലും മുഖ്യമന്ത്രി കയറ്റിയിട്ടില്ല. സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളെ പോലും പഴയ പിണറായി വിജയൻ അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രി കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സംരക്ഷണം പിണറായി വിജയൻ ഒരുക്കിയ നേതാവായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിനെതിരെയുള്ള മൈക്രോ ഫിനാൻസ് കേസ് പല കേസുകളും കിടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇനി എങ്ങോട്ട് പോകുന്നുള്ള വലിയ ചോദ്യചിഹ്നമുണ്ട്. അതിനിടയിലാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു സന്ദർശനം. സ്വാഭാവികമായിട്ടും ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്. CPM എത്തരത്തിൽ ഈ സാധനം മുമ്പോട്ട് കൊണ്ടുവരും എന്നുള്ളതും ഒരുപക്ഷെ കാലാകാലങ്ങളായി വെള്ളാപ്പള്ളി നടേശനെ കേന്ദ്രത്തിൽ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സംരക്ഷിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ BJPയും NDA ആയിരുന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിൽ സംരക്ഷിച്ചു കൊണ്ടിരുന്ന മുഖ്യ പങ്കാളി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പോക്ക് ഇനി എങ്ങോട്ടാണെന്നുള്ളത്, കാരണം പല കേസുകൾ അദ്ദേഹത്തിനെതിരെ കിടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ മാറിയ സ്ഥിതിക്ക് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനായിരുന്നു ഭരിച്ചിരുന്നത്. ഇപ്പം അതിൽ നിന്നൊരു മാറ്റം വന്ന് VD സതീശൻ നയിക്കുന്നു. സ്വാഭാവികമായിട്ടും VD സതീശനെ അനുനയിപ്പിക്കുക എന്നുള്ളൊരു സാധനം മുമ്പോട്ട് കിടക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള കേസുകളെല്ലാം ഇനിയും എന്താകും എന്നുള്ളതോ കുത്തിപ്പൊക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ നടന്ന കേസുകളെല്ലാം ഒന്നൊന്നായി കോൺഗ്രസ് കുത്തിപ്പൊക്കും നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അത്തരത്തിൽ ഇനി എങ്ങനെയായിരിക്കും UDF-ന് നീക്കുന്നുള്ളത് അറിയില്ല. അപ്പം അത്തരത്തിൽ എങ്ങാനും പിതാവിനെതിരെയുള്ള കേസുകൾ മുമ്പോട്ട് വരുമോ എന്നുള്ളൊരു സാധനം തുഷാർ വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും NDAയിൽ പ്രത്യേകിച്ച് പ്രാതിനിധ്യം കിട്ടാത്ത സ്ഥിതിക്ക് BDJS-ന് മുന്നണി വിട്ടാലും അതിൽ വലിയ അത്ഭുതപ്പെടാൻ നമ്മൾ കാണുന്നില്ല. എന്തായാലും വരും ദിവസങ്ങൾ കാണാം BDJS മുന്നണി വിടുമോ എന്നുള്ളത്. അതല്ല തുഷാർ വെള്ളാപ്പള്ളി ഒരു കോൺഗ്രസിനുള്ളിൽ അന്തർധാര സജീവമാക്കുമോ എന്നുള്ളത്. ഇതൊന്നുമല്ല CPM സമരരംഗത്തോട്ട് ഇറങ്ങി യഥാർത്ഥ ഡീൽ നടന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ് എന്നുള്ളത് മുമ്പോട്ട് വെച്ചുകൊണ്ടുള്ള സമരങ്ങളിൽ നടന്നാലും അതിലും അത്ഭുതപ്പെടാനില്ല. എന്നാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം കേരള രാഷ്ട്രീയത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്.